എല്ലാവർക്കും സൂക്കോ പി എസ് സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ദേവസ്വം ബോർഡ് നടത്തുന്ന വിവിധ എക്സാമുകൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നുമുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആൻസേഴ്സും കൂടാതെ അനുബന്ധ വിവരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വിത്തൗട്ട് ഫർദർ അഡു ലെറ്റ് സ്റ്റാർട്ട്. ആദ്യത്തെ ചോദ്യം, അനന്തൻ്റെ മുകളിലിരിക്കുന്ന രീതിയിലുള്ള മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠ ഉള്ള പ്രസിദ്ധ ക്ഷേത്രം. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ശ്രീ പൂർണ്ണത്രയീശ ക്ഷേത്രം. എറണാകുളത്ത് തൃപ്പൂണിത്തുറയിലാണ് ശ്രീ പൂർണ്ണത്രയീശ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഭഗവാൻ വിഷ്ണുവിനെ സന്താന ഗോപാലമൂർത്തിയുടെ രൂപത്തിലാണ് ഈ ക്ഷേത്രത്തിൽ ആരാധിക്കുന്നത്. ശിശുക്കളുടെ രക്ഷകൻ എന്നർത്ഥം വരുന്ന സന്താന ഗോപാലമൂർത്തി മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ്. ദിവ്യസർപ്പമായ അനന്തൻ്റെ 5 പുടങ്ങളുടെ തണലിൽ ഇരിക്കുന്ന ഭാവത്തിലാണ് ഭഗവാൻ വിഷ്ണുവിനെ ഇവിടെ കാണുന്നത്. അനന്തനിൽ ചാരിയിരിക്കുന്ന ഭാവത്തിൽ ഭഗവാൻ കാണപ്പെടുന്ന മറ്റ് വിഷ്ണു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. മടക്കിയ സർപ്പത്തിൻ്റെ ശരീരം തന്നെ ഭഗവാനുള്ള ഇരിപ്പിടമായി മാറുന്നു ഈ പ്രതിഷ്ഠയിൽ. അടുത്ത ചോദ്യം, പ്രസിദ്ധമായ മച്ചാട്ട് മാമാങ്കം ഏത് ജില്ലയിലാണ്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ തൃശ്ശൂരാണ്. തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിയിലുള്ള മച്ചാട്ട് തിരുവാണിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലാണ് 5 ദിവസത്തെ വാർഷിക ഉത്സവമായ മച്ചാട്ട് മാമാങ്കം ആഘോഷിക്കുന്നത്. തിരുവാണിക്കാവ് വേല എന്നും ഇത് അറിയപ്പെടുന്നു. കുതിരക്കോലങ്ങൾക്ക് പേരുകെട്ട ഉത്സവമാണ് മച്ചാട്ട് മാമാങ്കം. അടുത്ത ചോദ്യം, വേട്ടേക്കാരൻ എന്ന സങ്കല്പത്തിൽ ആരാധിക്കപ്പെടുന്ന മൂർത്തി. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, പരമേശ്വരൻ. ശിവപുരാണം അനുസരിച്ച് ശിവന് 19 അവതാരങ്ങളുണ്ട്. വേട്ടക്കാരൻ്റെ വേഷത്തിലെത്തുന്ന ഭഗവാൻ ശിവൻ കിരാതമൂർത്തി അല്ലെങ്കിൽ കിരാതേശ്വരൻ എന്നാണ് അറിയപ്പെടുന്നത്. ഭൂമി എന്ന സങ്കല്പത്തിൽ ഭഗവാൻ പരമേശ്വരൻ കുടികൊള്ളുന്ന ക്ഷേത്രമാണ് തമിഴ്നാട്ടിലെ കാഞ്ചീപുരത്തെ ഏകാംബരേശ്വര ക്ഷേത്രം. അടുത്ത ചോദ്യം, ക്ഷേത്രങ്ങളിൽ ആലിനു ചുറ്റും എത്ര പ്രദക്ഷിണം ചെയ്യണമെന്നാണ് ആചാരം? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 7. ഹൈന്ദവ വിശ്വാസപ്രകാരം വളരെയധികം പ്രാധാന്യം നിറഞ്ഞ വൃക്ഷമാണ് ആൽമരം. ത്രിമൂർത്തി സാന്നിധ്യം നിറഞ്ഞ വൃക്ഷമാണ് ആൽമരം. വൃക്ഷച്ചുവട്ടിൽ ബ്രഹ്മാവും മധ്യത്തിൽ വിഷ്ണുവും മുകളിൽ ശിവനും വസിക്കുന്നു എന്നാണ് സങ്കല്പം. കൂടാതെ ഓരോ ആൽമരച്ചോട്ടിലും ഗണപതി ഭഗവാൻ കുടികൊള്ളുന്നുവെന്നും വിശ്വാസമുണ്ട്. ആൽമര പ്രദക്ഷിണം കുറഞ്ഞത് 7 തവണ ചെയ്യണമെന്നാണ് ഉത്തമം. 21 തവണ പ്രദക്ഷിണം വയ്ക്കുന്നത് ആഗ്രഹ പൂർത്തീകരണത്തിന് ഉത്തമം എന്നാണ് കരുതുന്നത്. സാധാരണയായി പ്രഭാതത്തിലാണ് ആൽമര പ്രദക്ഷിണം നടത്തുക. ഉച്ചയ്ക്ക് ശേഷം പ്രദക്ഷിണം പതിവില്ല. ദേവപ്രതിഷ്ഠകളെ എത്ര പ്രാവശ്യം വലം വയ്ക്കണമെന്ന് മുൻ ക്ലാസ്സുകളിൽ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. വീഡിയോ കാണാൻ എല്ലാവരും ശ്രമിക്കുക. അടുത്തത്, പ്രദോഷവ്രതം ഏത് തിഥിയിലാണ് ആചരിക്കുന്നത്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി, ത്രയോദശിയാണ്. പ്രദോഷവ്രതം ശിവനും പാർവതി ദേവിക്കാണ് സമർപ്പിച്ചിരിക്കുന്നത്. ഇത് 2 തവണ ത്രയോദശി തിഥിയിലാണ് വരുന്നത്. കൃഷ്ണപക്ഷത്തിലെ അമാവാസിയിലും ശുക്ലപക്ഷത്തിലെ പൂർണിമയിലും ഇത് ആചരിക്കുന്നു. അടുത്തത്, ഉത്സവ ബലി, വലിയ കലശങ്ങൾ എന്നിവയ്ക്ക് മാത്രം ഉപയോഗിക്കുന്ന വിശേഷപ്പെട്ട ദേവവാദ്യം. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, മരപ്പാണി. ക്ഷേത്രങ്ങളിൽ ഉത്സവബലി, അഷ്ടബന്ധ നവീകരണ കലശങ്ങൾ, പ്രതിഷ്ഠാ കലശങ്ങൾ മുതലായ ഏറ്റവും പ്രാധാന്യമേറിയ താന്ത്രിക ചടങ്ങുകൾക്ക് മാത്രമാണ് മരപ്പാണി കൊട്ടുന്നത്. ഇതിനുവേണ്ടി മരം എന്ന വാദ്യോപകരണവും ഒപ്പം ചേങ്ങില, ശംഖ് എന്നീ വാദ്യങ്ങളും ഉപയോഗിച്ചാണ് പാണി കൊട്ടുന്നത്. അടുത്ത ചോദ്യം, ചാതുർവർണ്ണത്തിനെതിരെ പ്രതികരിക്കുന്ന തെയ്യമേത്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, പൊട്ടൻ തെയ്യം. വടക്കൻ കേരളത്തിൽ കെട്ടിയാടിച്ചു വരുന്ന ഒരു തെയ്യമാണ് പൊട്ടൻ തെയ്യം. ജാതീയ ഉച്ചനീചത്വങ്ങൾക്ക് വളരെ ശക്തമായിരുന്ന കാലത്ത് മനുഷ്യരെല്ലാം സമന്മാരാണെന്ന് വിളിച്ചു പറയാൻ ധൈര്യം കാട്ടിയ ഒരു കീഴ്ജാതിക്കാരൻ്റെ ഐതിഹ്യമാണ് പൊട്ടൻ തെയ്യത്തിന് പിറകിലുള്ളത്. മലയൻ, പുലയൻ, ചിറവൻ, പാണൻ തുടങ്ങി പല സമുദായക്കാരും പൊട്ടൻ തെയ്യത്തെ കെട്ടാറുണ്ട്. തീയിൽ വീഴുന്ന പൊട്ടനും തീയിൽ വീഴാത്ത പൊട്ടനും എന്നിങ്ങനെ 2 തരം പൊട്ടൻ തെയ്യങ്ങൾ ആണ് ഉള്ളത്. അടുത്ത ചോദ്യം, മീനമാസത്തിലെ പൂരത്തിനോടനുബന്ധിച്ച് ഉത്തര കേരളത്തിൽ നടക്കുന്ന സംവാദാത്മകമായ മത്സരക്കളി. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി, മറുത്തുകളി. കേരളത്തിൽ നിലവിൽ അവശേഷിക്കുന്ന ഏറ്റവും വലിയ പണ്ഡിത സമയമാണ് മറുത്തുകളി. പുരാണ ഇതിഹാസങ്ങളും ജ്യോതിഷവും വ്യാകരണങ്ങളും കാവ്യ ശാസ്ത്ര നാടകാദികളുമടക്കം 100 വിഷയങ്ങളിലെ അറിവുകൾ തമ്മിൽ മറുക്കുന്നതാണ് മറുത്തുകളി. 2 ക്ഷേത്ര പൂരകളി സംഘങ്ങൾ തമ്മിലുള്ള മത്സരക്കളി കൂടിയാണ് മറുത്തുകളി. ഇതിൽ കായിക വിഭാഗമായ പൂരക്കളിയും പാണ്ഡിത്യ വിഭാഗമായ മറുത്തുകളിയും പെടുന്നു. മറുത്തുകളിയിലെ വിഷയങ്ങളാണ് അഭിവാദനം, താമ്പൂലദാനം, രംഗപ്രവേശം, പലതരം വന്ദനങ്ങൾ, 2ാം തരം വന്ദന, പൂരമാലകൾ, വൻകളികൾ തുടങ്ങിയവ. ഇവ പകൽ വിഷയങ്ങളാണ്. നാടകവും യോഗിയുമാണ് രാത്രി വിഷയങ്ങൾ.
നാടകത്തിന് പ്രാരംഭമായി നാട്യശാസ്ത്രം, ചിദംബര ശാസ്ത്രം തുടങ്ങിയ ശാസ്ത്രങ്ങളും ചൊല്ലുന്നു. അടുത്ത ചോദ്യം, അഹം ബ്രഹ്മാസ്മി എന്ന മഹാവാക്യം ഏത് ഉപനിഷത്തിൽ ഉൾപ്പെടുന്നു? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ബൃഹദാരണ്യകം. അഹം ബ്രഹ്മാസ്മി എന്നത് അദ്വൈത പാരമ്പര്യത്തിൽ നിന്നുള്ള ഒരു സംസ്കൃത മന്ത്രമാണ്. ഞാൻ ബ്രഹ്മമാണ് എന്നാണ് ഇതിനർത്ഥം. ഈ യജുർവേദത്തിൽ കാണപ്പെടുന്ന ബൃഹദാരണ്യക ഉപനിഷത്തിലാണ് അഹം ബ്രഹ്മാസ്മി ഉള്ളത്. അടുത്തത് ഹോതൃവേദം എന്നറിയപ്പെടുന്ന വേദം. ഇതിനുത്തരം ഓപ്ഷൻ എ ആണ്, ഋഗ്വേദം. ഹോത്രികളാണ് ശാസ്ത്രങ്ങൾ അല്ലെങ്കിൽ സ്തുതിഗീതങ്ങൾ എന്നറിയപ്പെടുന്ന ഋഗ്വേദ മന്ത്രങ്ങൾ ചൊല്ലി ദേവന്മാരെ യാഗത്തിലേക്ക് ക്ഷണിക്കുന്നത്. ഇത് കാരണമാണ് ഋഗ്വേദം ഹോതൃവേദം എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഗൗഡപാദൻ്റെ കാരികയോട് കൂടി പ്രസിദ്ധമായ ഉപനിഷത്ത്. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി, മാണ്ഡൂക്യമാണ്. പ്രധാന ഉപനിഷത്തുകളിലൊന്നാണ് മാണ്ഡൂക്യ ഉപനിഷത്ത്. 12 സൂക്തങ്ങളാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. അദ്വൈത ചിന്തകനായ ഗൗഡപാദനാണ് മാണ്ഡൂക്യ കാരിക എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. ഉപനിഷത്തുകളിൽ വെച്ച് ഏറ്റവും ഗഹനമായ മാണ്ഡൂക്യ ഉപനിഷത്ത് പഠിക്കാനുള്ള എളുപ്പത്തിന് സാധാരണ മാണ്ഡൂക്യ കാരികയാണ് ആശ്രയിക്കപ്പെടുന്നത്. അടുത്തത്, ഭഗവത്ഗീതയുടെ ഏത് അധ്യായമാണ് വിശ്വരൂപ ദർശന യോഗം എന്നറിയപ്പെടുന്നത്? ഇതിന് ഉത്തരം ഓപ്ഷൻ സി ആണ്, 11-ാം അധ്യായം. 18 അധ്യായങ്ങളാണ് ഭഗവത്ഗീതയിലുള്ളത്. 11-ാം അധ്യായം വിശ്വരൂപ ദർശന യോഗത്തിലാണ് ഭഗവാൻ കൃഷ്ണൻ്റെ വിശ്വരൂപ ദർശനം അർജുനന് അനുഭവപ്പെടുന്നത്. അടുത്ത ചോദ്യം, പാണ്ഡവരുടെ മാതുലനായ ശല്യർ ആരുടെ സാരഥിയായാണ് മഹാഭാരത യുദ്ധത്തിൽ പങ്കെടുത്തത്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി, കർണൻ. മഹാഭാരത യുദ്ധത്തിൽ കർണൻ്റെ സാരഥിയായി പ്രവർത്തിച്ചത് മദ്രദേശ രാജാവും പാണ്ഡവരുടെ മാതുലനുമായ ശല്യറാണ്. അടുത്തത്, ആദി ശങ്കരാചാര്യരുടെ ശിഷ്യനായി തീർന്ന പൂർവ്വ മീമാംസകൻ ആരാണ്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി, മണ്ഡന മിശ്രനാണ്. മണ്ഡന മിശ്രനെക്കുറിച്ച് മുൻ ക്ലാസ്സുകൾ വിശദീകരിച്ചത് കാണാൻ ശ്രമിക്കുക. വീഡിയോകൾ പ്ലേലിസ്റ്റിലുണ്ട്. അടുത്ത ചോദ്യം, തമിഴ്നാട്ടിലെ വൈഷ്ണവ സന്യാസിമാർ ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, ആൾവാർമാർ. ആദിശങ്കരൻ്റെ കാലത്തോടടുപ്പിച്ചാണ് തമിഴ്നാട്ടിൽ ഭക്തി പ്രസ്ഥാനം ഉദയം കൊണ്ടത്. തമിഴ്നാട്ടിൽ ശൈവ ഭക്തി പ്രസ്ഥാനവും വൈഷ്ണവ ഭക്തി പ്രസ്ഥാനവും ഒരുമിച്ചാണ് വളർച്ചയുണ്ടാക്കിയത്. വൈഷ്ണവ ഭക്തി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആൾവാർമാരും ശൈവ ഭക്തി പ്രസ്ഥാനം പ്രചരിപ്പിച്ചത് നായനാർമാരുമാണ്. ആൾവാർമാരുടെ സ്തോത്രങ്ങൾ 4000 ദിവ്യപ്രബന്ധം എന്ന കൃതിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. വൈഷ്ണവ പ്രസ്ഥാനത്തിൻ്റെ ആരംഭകാലത്ത് രചിച്ച ഒരു ലഘുകൃതിയാണ് മുകുന്ദമാല. ഈ രചന ചേര ചക്രവർത്തിയായിരുന്ന കുലശേഖരവർമ്മ എന്ന കുലശേഖര ആൾവാറാണ് എഴുതിയത്. അടുത്തത്, രാമചരിതമാനസം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാര്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ, തുളസീദാസാണ്. പ്രാചീന ഭാരതത്തിലെ ഭക്തകവികളിൽ ഒരാളായ ഗോസ്വാമി തുളസീദാസ് രചിച്ച കൃതിയാണ് രാമചരിതമാനസം എന്ന തുളസീദാസ രാമായണം. അടുത്തത്, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങൾ ഏത് ദേവസ്ഥത്തിന് കീഴിലാണ്? ഉത്തരം ഓപ്ഷൻ ഡി, മലബാർ. 1400-ലധികം ക്ഷേത്രങ്ങൾ മലബാർ ദേവസ്ഥത്തിന് കീഴിലുണ്ട്. മലബാർ ദേവസ്വം ബോർഡ് ആസ്ഥാനം കോഴിക്കോട് ജില്ലയിലെ എരഞ്ഞിപ്പാലത്താണ്. അടുത്ത ചോദ്യം, ഗുരുവായൂർ ദേവസ്വം ബോർഡ് രൂപീകൃതമായത് ഏതു വർഷം? ഇതിന് ഉത്തരം ഓപ്ഷൻ സി, 1956 ആണ്. 1956 ഗുരുവായൂർ ദേവസ്വം ബോർഡ് രൂപീകൃതമായത്. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ നിലവിലെ ചെയർമാനാണ് AV ഗോപിനാഥ്. നിലവിലെ ഗുരുവായൂർ ദേവസ്വം കമ്മീഷണറാണ് MG രാജമാണിക്കം. അടുത്ത ചോദ്യം, ശബരിമല ദേവസ്വം ഗ്രൂപ്പിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഇതിന് ഉത്തരം ഓപ്ഷൻ സി, പത്തനംതിട്ടയാണ്. തിരുവിതാംകൂർ ദേവസ്വം ഡിപ്പാർട്ട്മെൻറ്റ് 4 ദേവസ്വം ഡിസ്ട്രിക്റ്റുകളായും ശബരിമല ഗ്രൂപ്പ് ഒഴികെ 20 ഗ്രൂപ്പുകളായും തിരിച്ചിട്ടുണ്ട്. ശബരിമല ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്ത് പത്തനംതിട്ട ആസ്ഥാനമായി ശബരിമല ഗ്രൂപ്പ് എന്ന പ്രത്യേക ഗ്രൂപ്പുണ്ട്. ശബരിമല ദേവസ്വത്തിൻ്റെ ഭരണം എക്സിക്യൂട്ടീവ് ഓഫീസറാണ് നടത്തുന്നത്. ഈ ഓഫീസ് മാസപൂജ കാലത്തും മണ്ഡല മകരവിളക്ക് സമയങ്ങളിലും ശബരിമലയിൽ പ്രവർത്തിക്കും. ചോദ്യം, ക്ഷേത്രത്തിനുള്ളിൽ ഉപദേവതാ പ്രതിഷ്ഠകളില്ലാത്ത തൃശ്ശൂർ ജില്ലയിലെ പ്രസിദ്ധമായ മഹാക്ഷേത്രം? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി, കൂടൽമാണിക്യ സംഗമേശ ക്ഷേത്രമാണ്. രാമായണത്തിലെ ശ്രീരാമൻ്റെ ജ്യേഷ്ഠനായ ഭരതന് സമർപ്പിച്ചിരിക്കുന്ന ഇന്ത്യയിലെ ഏക ക്ഷേത്രമാണ് ഇരിങ്ങാലക്കുടയിലെ കൂടൽമാണിക്യ ക്ഷേത്രം. ക്ഷേത്രത്തിനുള്ളിൽ ഉപദേവതാ പ്രതിഷ്ഠ ഇല്ലാത്ത മുഖ്യപ്രതിഷ്ഠ മാത്രമേ ഉള്ളൂ എന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. കേരള ദേവസ്വം ബോർഡ് നടത്തുന്ന വിവിധ എക്സാമുകൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസേഴ്സും കൂടാതെ അനുബന്ധ വിവരങ്ങളുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും സുക്കോ PSCയുടെ നന്ദി, നമസ്കാരം.